മഴ തോരും മുമ്പേടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ബാലചന്ദ്രൻ്റെ കൂടെയുള്ളത് അലീന വൈജയന്തിൻ്റെ മകളാണ് എന്നറിഞ്ഞ് അങ്ങോട്ട് വാഗ ഞെട്ടി നിൽക്കണ് നമ്മുടെ സഹോദരന്മാർ വൈജയരൻ. അങ്ങനെ അവരോട് നിങ്ങൾ എന്താ വിചാരിച്ചത്? അവൻ വലിക്കുന്ന ചരടിൻ്റെ പാവയായി നിങ്ങൾ നിന്നത്. അവനെല്ലാം അറിയായിരുന്നു. അറിഞ്ഞുകൊണ്ടാണ് അവൻ അലീനനെ സ്വീകരിച്ചതും സംരക്ഷിച്ചതും. നിങ്ങൾ മണ്ടന്മാരായി എന്ന് പറയും. അപ്പം ചേട്ടൻ പറയുന്നത് ഗംഗേട്ടൻ പറയുന്നത് സത്യമാണോ? വൈജയര മോളാണോ അലീന എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അതെ, വൈജയര മോള് തന്നെയാണ് അത് എന്ന് പറയും. നീ എന്താ കരുതിയേ? നമ്മുടെ അച്ഛൻ അറിയായിരുന്നു, അവൾക്കും അറിയായിരുന്നു. സ്വന്തം അമ്മനെ കാണാനാണ് അവൾ വന്നത് തന്നെ. പക്ഷെ അവൾ ആരോടും ഒന്നും പറഞ്ഞില്ല. അച്ഛൻ മനുവിനെ മരിക്കുന്നതിന് മുൻപ് അതൊക്കെ പറഞ്ഞേൽപ്പിച്ചതും അവളെ സംരക്ഷിക്കണമെന്ന് പറഞ്ഞതും ഇതിൻ്റെ പേരിലാണ്. നിങ്ങൊരു കാര്യം മനസ്സിലാക്കണം. അലീനയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ബാലചന്ദ്രൻ മൊത്തത്തിൽ എല്ലാവരെയും കൂടെ കത്തിക്കും, നശിപ്പിച്ച് കളയും അയാൾ. അത്രയ്ക്കും എല്ലാം നഷ്ടപ്പെട്ട് നിൽക്കുന്ന ഒരു മനുഷ്യനാണ്. അലീനയ്ക്ക് എന്ത് സംഭവിച്ചു, നിങ്ങൾ എന്ത് ചെയ്തെന്ന് ചോദിക്കുമ്പോൾ ഗംഗേട്ടാ ഒരു അബദ്ധം പറ്റിയെന്ന് രാജീവും പറയുന്നു. അങ്ങനെ ആകെ വിഷമിച്ച് നിൽക്കുന്ന ഒരു ഭാഗമാണ് കാണിക്കുന്നത്. അതിനുശേഷം പിന്നെ കാണിക്കുന്നത് പോലീസ് സ്റ്റേഷനല്ല, പോലീസുകാർ ഹോസ്പിറ്റലിലേക്ക് വരുന്നുണ്ട്. ഹോസ്പിറ്റലിലേക്ക് വന്നിട്ട് നമ്മുടെ സുനന്ദനെ ചോദ്യം ചെയ്യുന്ന നേഴ്സിനോടും ചോദിക്കുന്നുണ്ട്. അപ്പോൾ നേഴ്സ് പറയുന്നുണ്ട് 6:45 മണിയായപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് എന്ന് പറയും. അപ്പോൾ സുനന്ദയും പറയും വീട്ടിലേക്ക് അല്ലാണ്ട് അവൾ ഒരിക്കലും പോകില്ല എന്ന് പറയും. നിങ്ങൾക്ക് എങ്ങനെ അറിയാമെന്ന് പറയും. അപ്പോഴത്തേനും ഗോവർദ്ധനം വരും. അപ്പോൾ ഗോവർദ്ധൻ എന്താ ഇവിടെ എന്ന് ചോദിക്കും. എൻ്റെ വൈഫാണ് സുനന്ദ എന്ന് പറയും. ആണോ എന്ന് പറയും. ആ താനാണ് അപ്പോൾ അവളെ കൊണ്ടാക്കാനിരുന്നല്ലേ എന്ന് പറയും. അതെ, ഞാൻ കൊണ്ടാക്കാൻ പോയതായിരുന്നു. അപ്പോൾ ആ സമയത്ത് താൻ എവിടേക്ക് മാറിയെന്ന് ചോദിക്കും. എന്നെ വൈജയിച്ചിട്ട് ആങ്ങളമാർ വിളിച്ചിട്ട് ഹോട്ടൽ റൂമിലേക്ക് പോയി ഞാൻ പറയും. അതെന്തിനാ അവർ അങ്ങോട്ട് വിളിപ്പിച്ചേന്ന് പറയും. അവർ കുറച്ച് പണം തരാൻ വേണ്ടി വിളിപ്പിച്ചാണ്, ചെക്കായിട്ട് തന്ന് എൻ്റെ കയ്യിലുണ്ട് ചികിത്സാ ചെലവിനായിട്ടെന്ന് പറയും. അതവന് മനഃപൂർവ്വം വിളിപ്പിച്ചാണെന്ന് എനിക്ക് തോന്നുന്നു. പണം തരാൻ വിളിപ്പിച്ചാണെന്നല്ലേ പറഞ്ഞത് എന്ന് പറയും. ആ മനസ്സിലായി സാറേ എന്ന് പറയും. എന്ത് മനസ്സിലായി? പണം തരാൻ വേണ്ടിയിട്ട് തന്നെയാണ് ശിവേട്ടനെ അങ്ങോട്ട് വിളിപ്പിച്ചതെന്ന് എന്ന് പറഞ്ഞൊരു പുച്ഛത്തോടെ ഒരു ചിരിച്ചിരിക്കുന്നുണ്ട് നമ്മുടെ ഗോവർദ്ധനൻ. പിന്നെ കാണിക്കുന്നത് ബാലചന്ദ്രൻ തളർന്ന് വീട്ടിലെത്തുന്ന മോളും ഉണ്ട്. രണ്ടാളും കൂടി വിഷമിച്ച് സോഫയിൽ വന്നിരിക്കുന്ന അലീന ചേച്ചിനെ അവർ കിഡ്നാപ്പ് ചെയ്തതാവുമല്ലേ അച്ഛാ എന്നാണ്. പറയില്ല മോളെ എന്ന് പറയും. ചേച്ചി എന്തെങ്കിലും ചെയ്യുമോ അച്ഛാ, അവർ ഉപദ്രവിക്കോ? ഒന്നും പറയാൻ പറ്റില്ല മോളെ എന്ന് പറയും. മോള് പോയി കിടന്നോന്ന് പറയും. ഇല്ല അച്ഛാ, ഞാൻ ഇന്ന് അച്ഛൻ്റെ കൂടെ എനിക്ക് അച്ഛൻ്റെ കൂടെ കിടക്കണം എന്നറിയാം. എന്തിനാ മോളെ? അച്ഛൻ ആകെ ടെൻഷനാണ്, അച്ഛൻ എന്തെങ്കിലും വന്നാലോ എന്ന് പറയും. ബാലചന്ദ്രൻ ഇങ്ങനെ ചിരിച്ചിങ്ങനെ നോക്കുന്നുണ്ട്. അതിനുശേഷം മനുവിനെ കാണിക്കുന്നത് ഓടിപ്പാഞ്ഞ് നടക്കണ്. അപ്പം അതിനിടയ്ക്ക് മനു ബാലചന്ദ്രൻ ഞങ്ങളെ വിളിക്കുന്നുണ്ട്. ഞങ്ങളെ എന്തെങ്കിലും വിവരം അറിഞ്ഞോ? ഒന്നും അറിഞ്ഞിട്ടില്ല, നിൻ്റെ അച്ഛനോടും ചെറിയച്ഛനോടും ചോദിക്കടാ, അവർക്കല്ലേ ഇത് അറിയുള്ളൂ, അവൾ എവിടെയാണെന്ന് പറയും. ഞാനൊന്ന് ചെറിയച്ഛനെ വിളിച്ചു നോക്കട്ടെ ഞങ്ങളെ എന്ന് പറയും. ആ ശരി എന്ന് പറയും. അതിനുശേഷം പിന്നെ കാണിക്കുന്നത് മനു നമ്മുടെ രാജീവൻ്റെ റിലേഷനിൽ പെട്ടവരെ മറ്റുള്ളവരെയൊക്കെ അന്വേഷിച്ച് ഓരോരുത്തരുടെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ആർക്കും അറിയില്ല. അതിൽ ഒരാൾ നമ്മുടെ രാവുണ്യങ്ങളുടെ മകനാണ്. അപ്പോൾ ചോദിക്കുന്നുണ്ട് നിങ്ങൾ അലീനൻ എന്താ ചെയ്തത് പറയുന്നറിയപ്പെടാ. അമ്മാതിരി ചേട്ടത്താരൊന്നും ഞങ്ങൾ ചെയ്യില്ല, കിഡ്നാപ്പാ നീ എന്തീ പറയുന്നത്? അല്ല നിങ്ങൾ ഒത്തുതീർപ്പിനൊക്കെ വന്ന ആൾക്കാരല്ലേ? എടാ മനു, ഒത്തുതീർപ്പിന് വന്നത് ഒരു കുടുംബ പ്രശ്നമായത് കൊണ്ടാണ്, അല്ലാതെ ഈ കിഡ്നാപ്പിലൊന്നും ഞങ്ങൾക്കൊരു പങ്കുമില്ല, എവിടെ ഇന്ന് പോലും അറിയില്ല, അങ്ങനെ ഒരു സംഭവം അറിഞ്ഞിട്ടില്ല എന്ന് പറയും. എന്നാൽ ശരി ഞാൻ പോകണമെന്ന് പറയും. എടാ നീ നേരത്തെ പോകണ്ട, രാത്രി 12 മണിയായിന്ന് പറയാം. മനു പക്ഷെ ഒന്നും മിണ്ടാണ്ട് നേരെ പോകണം. അതിനുശേഷം പിന്നെ കാണിക്കുന്നത് നമ്മുടെ രാജീവനും ശിവേട്ടനും ഗംഗേട്ടനും നമ്മുടെ നെടുമ്പുരക്കിൽ തറവാടിൻ്റെ ഡോറൊക്കെ തുറന്ന് ഇങ്ങനെ വന്ന് നിൽക്കണ് ഗേറ്റിൻ്റെ. അങ്ങനെ എല്ലാവരും കൂടെ വന്നത് 3 സഹോദരന്മാരും കൂടെ ബാലചന്ദ്രനോട് മാപ്പ് പറയാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ കോണിമ്പല്ലടി കേട്ടപ്പോൾ നമ്മുടെ കൃഷ്ണമോട് വന്ന് വാതിൽ തുറക്കും. 3 അമ്മാവന്മാരെയും കൂടെ കാണും. പെട്ടെന്ന് ഗംഗേട്ടനകത്തേക്ക് വരാൻ തുടങ്ങുമ്പോൾ കൈ തടഞ്ഞ് വാതിലിൻ്റെ അടുത്ത് നിന്നിട്ട് എങ്ങോട്ടാ നിങ്ങളെല്ലാവരും? അച്ഛനെ നിങ്ങൾ ആരും കാണണ്ട, ബാലേന്ദ്രനെ കാണാനെന്ന് പറഞ്ഞപ്പോൾ അച്ഛനെ നിങ്ങൾ കാണണ്ട, നിങ്ങൾ എന്തൊക്കെ ചെയ്തു വെച്ചത് നിങ്ങൾക്ക് അറിയോ? നിങ്ങൾ ചെയ്തു വെച്ച കാര്യങ്ങളൊക്കെ എന്ന് പറയും. നിങ്ങളൊക്കെ ചീത്ത ആൾക്കാരാ മോളെ, ഇത്രയും വർഷത്തിനിടയ്ക്ക് ഞങ്ങൾ എന്തെങ്കിലും നിന്നോട് ചെയ്തിട്ടുണ്ടോ? പിന്നെ നീ എന്താ ഇങ്ങനെ പറയുന്നതെന്ന് ചോദിക്കും. ഇത്രയും വർഷം ചെയ്തിട്ടില്ല, ഇപ്പം ചെയ്തല്ലോ. നിങ്ങൾ അച്ഛനെ കാണണ്ട, അച്ഛൻ ആകെ സമനില തെറ്റിയിരിക്കുന്നേ, അത് അച്ഛന് കൂടുതൽ ടെൻഷൻ ഉണ്ടാക്കും എന്ന് പറയും. അപ്പോഴത്തേനും മോളിൽ നിന്ന് വിളി വരും. ആരാ മോളെ എന്ന് ചോദിക്കും. കൊല്ലപ്പള്ളിയിൽ അങ്കിളാ, അമ്മാവന്മാരാണ് അച്ഛാന്ന് പറയും. ഓ, അപ്പോൾ ഗംഗേട്ടനെ കണ്ടപ്പോൾ ഗംഗേട്ടൻ വിദേശ പര്യടനമൊക്കെ കഴിഞ്ഞ് വന്നോ എന്ന് ചോദിക്കും. ആ വന്നു എന്ന് പറയും. അതിനുശേഷം എല്ലാവരും കൂടെ താഴ്ത്തിറങ്ങിക്കും. ബാലേന്ദ്ര, ഞങ്ങൾ ബാലേന്ദ്രനോട് മാപ്പ് പറയാൻ വന്നാണെന്ന് പറയും. എന്ത് മാപ്പ്? ഒരു മാപ്പും പറയണ്ട. അലീനയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളെ സുപ്രീം കോടതി വരെ ഞാൻ കയറ്റുമെന്ന് പറയും. ശിവൻ്റെ മുഖത്ത് നോക്കിയിട്ട് പറയും.
അപ്പോൾ നമ്മുടെ രാജീവനും ഒന്നും മിണ്ടാണ്ട് നിൽക്കണ്. അപ്പോൾ ശിവൻ പറയുന്നുണ്ട് ഞങ്ങൾക്കൊന്നും അറിയില്ലായിരുന്നു ബാലേന്ദ്ര, നീ ഞങ്ങളോട് ക്ഷമിക്കുകയെന്ന് പറയും. അങ്ങനെ രണ്ടാങ്ങളമാരും താഴ്ത്തി പിടിച്ച് നിൽക്കണ്. അപ്പോൾ നമ്മുടെ ഗംഗേട്ടൻ്റെ മുഖത്ത് നോക്കി ശിവൻ നമ്മുടെ ബാലേന്ദ്രൻ ചോദിക്കുന്നു ഇവരോടെല്ലാം പറഞ്ഞോ എന്ന് ചോദിക്കും. പറയേണ്ടി വന്നോ എന്ന് പറയും. അപ്പോൾ നമ്മുടെ ശിവൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് ബാലേന്ദ്രൻ ചോദിക്കുന്നു ഇപ്പം മനസ്സിലായടോ ഞാൻ സംരക്ഷിച്ച് കൊണ്ടുവരുന്നത് ആരാണെന്ന് പറയും. അറിയാം, എല്ലാം അറിഞ്ഞെന്ന് പറയും. തൻ്റെ പെങ്ങൾ മറ്റൊരുത്തൻ്റെ കൂടെ കിടന്നിട്ട് ഉണ്ടായ അത്രയും പറഞ്ഞോളൂ. അപ്പോഴത്തേനും ബാലേന്ദ്രൻ നിർത്തുന്നു. എൻ്റെ മോളുള്ളത് കൊണ്ട് ഞാൻ ഇങ്ങനത്തെ ഭാഷകളൊന്നും സംസാരിക്കുന്നില്ല. ആ പെൺകുട്ടിനെ കുറിച്ച് താൻ എന്താ പറഞ്ഞത്? എൻ്റെ വെപ്പാട്ടി, ഞാൻ വ്യഭിചരിക്കുന്നു, എൻ്റെ രഹസ്യ കാമുകി, ഞാൻ വീട്ടിൽ വെച്ചുകൊണ്ടിരിക്കുന്നു, എന്തെല്ലാം പറഞ്ഞിടോന്ന് പറയും. അപ്പോൾ ഗംഗേട്ടൻ പറയും പറഞ്ഞല്ലോ, അവർക്ക് അറിവില്ലാണ്ട് പറ്റിയതല്ലേ, അലീന ആരെന്നുള്ള കാര്യം അവർക്ക് അറിയില്ലായിരുന്നല്ലോ, അതുകൊണ്ട് സംഭവിച്ചതാണ്. നീ ഞങ്ങളോട് ക്ഷമിക്കുമെന്ന് പറയും. ക്ഷമിക്കണോ? എൻ്റെ മോളെ വിട്ട് കിട്ടാതെ ഒരു ക്ഷമയും ഒന്നുമില്ല എന്ന് പറയും. അലീനയ്ക്കൊന്നും സംഭവിക്കില്ല, അലീന തിരിച്ചു വരുന്നു ഗംഗേട്ടൻ പറയുന്നു. നിങ്ങൾ അലീന ഇവിടുന്ന് പോയാൽ എത്ര ലക്ഷം കൊടുക്കാമെന്ന് പറഞ്ഞതെന്ന് ഗംഗേട്ടനോട് ശിവേട്ടനോട് ചോദിക്കും നമ്മുടെ ബാലചന്ദ്രൻ. അപ്പോൾ പറയും 20 ലക്ഷം. 20 ലക്ഷത്തിൽ കൂടെ ഒരു 10 ലക്ഷം വൈജയന്തിൻ്റെ അക്കൗണ്ടിൽ നിന്നും കൂടി, അങ്ങനെ 30 ലക്ഷം രൂപ നിങ്ങൾ അലീനയ്ക്ക് കൊടുക്കണം, അലീനയുടെ അക്കൗണ്ടിലേക്ക്. അപ്പോൾ ഗംഗാധരൻ പറയും 30 അല്ല 1 കോടി വരെയും കൊടുക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ഞങ്ങൾ പക്ഷേ കോടി മാത്രമല്ല 1 കോടി കൊടുത്ത് കല്യാണം കഴിപ്പിക്കുക, പഠിപ്പിക്കുക, എന്ത് വേണേലും ഞങ്ങൾ ചെയ്ത തെറ്റിന് അതൊന്നും പ്രായശ്ചിത്താവില്ല എന്നറിയാം. പക്ഷെ ഞങ്ങൾക്കൊരു ഡിമാൻഡ് ഉണ്ട് ബാലചന്ദ്ര. എന്താ? വൈജയന്തി അറിയരുതായിരിക്കും അല്ലേ എന്ന് ചോദിക്കും. അതെ, അവൾ അറിഞ്ഞാൽ നിങ്ങൾ ജയിലിൽ പോയി കിടക്കേണ്ടി വരുമല്ലേ ചതിച്ചതിന്. അപ്പോൾ ആങ്ങളമാരൊന്നും മിണ്ടില്ല. വൈജയന്തി അറിഞ്ഞാൽ പിന്നെ ഞാനുണ്ടാവില്ല. അവളുടെ ഭർത്താവിൻ്റെ സ്ഥാനത്ത് നിന്ന് രാജീവൻ നമ്മുടെ ബാലേന്ദ്രൻ തൻ്റെ തീരുമാനം പറയുന്നു. അപ്പോൾ പറയുന്നുണ്ട് അതെ, വൈജയന്തി അറിയരുത്. നിങ്ങളുടെ കുടുംബജീവിതം ഭദ്രമായി മുന്നോട്ട് പോകണമെങ്കിൽ അലീനനെ ഇവിടെ നിന്ന് മാറ്റണം വേറെ എവിടെയെങ്കിലും എന്ന് പറയും. അതിന് മറുപടിയൊന്നും ബാലചന്ദ്രൻ പറയുന്നില്ല. കാരണം മിണ്ടാണ്ട് ദേഷ്യത്തോടെ നിൽക്കണ്. അതിനുശേഷം പിന്നെ കാണിക്കുന്നത് പ്രമോഭാഗങ്ങളൊക്കെ ഇനി നമ്മുടെ അലീനനെ അന്വേഷിച്ച് പോലീസുകാരും എല്ലാവരും ചെല്ലുന്നുണ്ട്. പക്ഷേ അലീന ഗുണ്ടകളുടെ പോലീസുകാരെങ്കിലും ആവുമെന്ന് വിചാരിച്ചിട്ട് റൂമിൻ്റെ വാതിൽ തുറക്കാൻ കൂട്ടാക്കില്ല. അങ്ങനെ ഒടുവിൽ ബാലചന്ദ്രൻ തന്നെ ചെല്ലേണ്ടി ചേരും. ജനലിൻ്റെ ഇടയിൽ കൂടെ ബാലചന്ദ്രനെ കാണുമ്പോൾ അലീന കരഞ്ഞുകൊണ്ട് അച്ചാന്ന് വിളിച്ച് ബാലചന്ദ്രൻ്റെ കവിളിലും തോളിലും ഒക്കെ പിടിച്ച് കരയുന്നുണ്ട്. അതിനുശേഷം മകളെ അച്ഛൻ ചേർത്ത് പിടിച്ച് പുറത്തേക്ക് കൊണ്ടുവരുന്ന ഭാഗമാണ് പ്രൊമോയിൽ കാണിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.